അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. സംസാരം ടിവിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ബിഗ് ബോസിലൊക്കെ വളരെ ചർച്ചയായിട്ടുള്ള LGBTQ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഏഷ്യാനെറ്റ് ആണല്ലോ പ്രധാനമായും ഇതിൻ്റെ സ്പോൺസർമാർ. പ്രത്യേകിച്ച് ക്യാമ്പസിലൊക്കെ എത്തിക്കുകയും ഈ ഒരു തിന്മയെ നോർമലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നതും ഈ ആക്ടിവിസത്തെയാണ് തിന്മ എന്ന് ഉദ്ദേശിച്ചത്. അതിനെ നോർമലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നതും പ്രത്യേകിച്ച് ഏഷ്യാനെറ്റാണ്. അവരൊരു ക്യാമ്പസിൽ കയറി വിദ്യാർത്ഥികൾക്കിടയിൽ പോയിട്ട് മൈക്കെടുത്ത് പോയിട്ട് ചില കാര്യങ്ങൾ ചോദിക്കുകയും ആ വിദ്യാർത്ഥികളുടെ ചില അഭിപ്രായങ്ങൾ എടുക്കുകയാണ് ചെയ്തത്. ആ വീഡിയോയിലോട്ടൊന്ന് നമുക്ക് പോവാം. ശരിക്കും ആദില നൂർ അവിടെ LGBTQ റെപ്രസെന്റ് ചെയ്ത രണ്ട് വന്ന വ്യക്തികളാണ്. അവരവിടെ ലെസ്ബിയൻ കപ്പിൾസ് ആണ്. അപ്പൊ അവരവിടെ LGBTQ കമ്മ്യൂണിറ്റി ഉള്ളവർ എന്ന് പറഞ്ഞിട്ട് കണ്ട അവരൊരു നോർമൽ കപ്പിൾസ് ആയിട്ട് അവിടെ കണ്ടാൽ മതി. പലരും ഈ LGBTQ ഉള്ളവരെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പേഴ്സണലി ഞാൻ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ LGBTQ അക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ്. ഒരുപാട് ആൾക്കാർ ഇപ്പോഴും അവരെ മാറ്റി നിർത്തുന്നുണ്ട്. ഇപ്പോ അത് തന്നെ പറയണമെന്നില്ല. ഇപ്പൊ ആ സീസണിൽ ഉള്ളവർ തന്നെ ബിഗ് ബോസിലാണെങ്കിൽ ആദില നൂറിനെ അക്സെപ്റ്റ് ചെയ്യാത്തവരുണ്ട്. ഇപ്പൊ ലക്ഷ്മി ആണല്ലോ അങ്ങനെ ഒരു അവർക്ക് അങ്ങനെ നോർമലൈസ് ചെയ്യാം. ശരി, ഇതില് ഇവർ പറയണത് ഇതൊരു LGBTQ കമ്മ്യൂണിറ്റി എന്ന് പറയേണ്ടതില്ല, ഇവർ നോർമൽ കപ്പിൾസ് തന്നെയാണ് എന്നാണ് പറയുന്നത്. എനിക്ക് ഏഷ്യാനെറ്റിനോടൊക്കെ പറയാനുള്ളത് മിനിമം മൈക്കായിട്ട് പോകുമ്പം അതൊരു സയൻസ് ഒക്കെ അറിയുന്ന ആളുകളോട് സംസാരിക്കണം എന്നുള്ളതാണ്. ആരെങ്കിലും എടുത്ത് മൈക്ക് പോയിട്ട് ചോദിക്കുന്നതിനപ്പുറം ഏഷ്യാനെറ്റിനും സയൻസ് അറിയില്ല, പറയുന്ന കുട്ടികൾക്കും സയൻസ് അറിയില്ല എന്നുള്ളതാണ്. ഇതിന് കുറെ വലിയ ബ്ലണ്ടേഴ്സ് ഒക്കെ ഇവർ പറയുന്നത് നമുക്ക് അടുത്ത സെഷനിൽ അത് കാണിക്കാം. ഇത് നോർമലാണ്. എന്തിനാ അവർ LGBTQ കപ്പിൾസ് എന്ന് പറയുന്നത്? നോർമൽ കപ്പിൾസ് ആണ് എന്ന് പറയുന്നത്. നോക്കൂ, നമ്മൾ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഹോമോസെക്ഷാലിറ്റി ഇൻ ജനറൽ ഹോമോസെക്ഷാലിറ്റി എന്ന് പറയുന്നത് മതപരമായി തെറ്റാണ്. അത് നമുക്ക് എന്തുകൊണ്ട് എന്നുള്ളതിന് നമുക്ക് ആൻസർ ഉണ്ട്. അത് മതത്തിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മതത്തിന്റെ ഒരു ബേസ് ഉണ്ട്. മതത്തിന് ധാർമ്മികത തീരുമാനിക്കുന്ന ബേസ് പ്രകാരം അത് തെറ്റാണ്. മതം തെറ്റാന്ന് പഠിപ്പിച്ച ഒരു കാര്യം തെറ്റ് തന്നെയാണ്. അന്നും തെറ്റാണ്, ഇന്നും തെറ്റാണ്, നാളെയും തെറ്റാണ്. അതിൽ സംശയങ്ങളൊന്നുമില്ല. ഇനി നമ്മൾ ചർച്ചയ്ക്ക് വേണ്ടി മതത്തെ മാറ്റി നിർത്തിയാൽ തന്നെ ഇതെങ്ങനെ നോർമൽ ആവുന്നത്? ഓക്കെ, നിങ്ങൾ മതവിശ്വാസിയല്ല എന്ന് വിചാരിക്കുക. മനുഷ്യൻ രൂപപ്പെട്ടത് പരിണാമപരമായിട്ടാണല്ലോ. അങ്ങനെ പരിണാമത്തിന്റെ ശ്രേണി എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്ന് മികച്ചതിലോട്ട് പോവാണ്. അപ്പോൾ ഫിറ്റായത് സർവൈവ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ മനുഷ്യൻ കൂടുതൽ ഏറ്റവും മികച്ചത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഫിറ്റ് ആവുക എന്നുള്ളതാണ്, സർവൈവ് ചെയ്യുക എന്നുള്ളതാണ്. ഈ പരിണാമ ശ്രേണിയിൽ ഹോമോസെക്ഷാലിറ്റി എങ്ങനെയാണ് ഫിറ്റ് ആവുക? ഒരു ജീവവർഗത്തിന്റെ അല്ലെങ്കിൽ മനുഷ്യകുലത്തിന്റെ നിലനിൽപ്പിന് എങ്ങനെ സാധ്യമാവുക? അതെങ്ങനെ നോർമൽ ആവുക? ഇനി ഇവർ തന്നെ ഇവരുടെ പാരന്റ്സ് ഒരു ഹോമോസെക്ഷൽ പാരന്റ്സ് ആണെങ്കിൽ ഇവർ ഇപ്പോഴും ഉണ്ടാവും. അപ്പൊ ഇത് നോർമൽ അല്ലാത്തൊരു സംഗതി നോർമലാണ്, ഞാൻ അംഗീകരിക്കും. ഓക്കെ, അത് വേറൊരു ഫാലസിയാണ്. ഞാൻ അംഗീകരിക്കും, എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് നോർമലാണ് എന്ന് പറയുന്നത് വേറൊരു ഫാലസിയാണ്. അപ്പം ഇതിനെ നോർമലൈസ് ചെയ്യാനുള്ള ശ്രമം ഏഷ്യാനെറ്റിന്റെ ഭാഗത്തുനിന്ന് ഒരു ബോധപൂർവമായ ശ്രമം പ്രത്യേകിച്ച് ക്യാമ്പസുകൾ നടക്കുന്നില്ലേ? നമ്മൾ വീണ്ടും ഒരു പുതിയൊരു വീഡിയോ ആയിട്ടല്ലേ. അപ്പോൾ ഇതില് ഈ പെൺകുട്ടി പറയുന്നതായിട്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതൊരു നോർമൽ കപ്പിളായിട്ട് കണ്ടാൽ മതി എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഏഷ്യാനെറ്റ് ന്യൂസ്, ഏഷ്യാനെറ്റ് ചാനലില് അവരുടെ ഒരു ബ്രോഡ്കാസ്റ്റിങ് വലിയ രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട് ഇത് നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഈ ഹോമോസെക്ഷുവാലിറ്റി അല്ലെങ്കിൽ പുരോഗമനമാണെന്ന് ഇവര് കൺസിഡർ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഈ ഒരു സോഷ്യൽ മീഡിയ യുഗത്തിൽ പുരോഗമനമാണ്. പെൺകുട്ടികൾ വിവാഹം കഴിക്കാതിരിക്കുന്നത്, വിവാഹത്തിന് നോ എന്ന് പറയുന്നത്, ഒരു വിവാഹം വന്ന് നോ എന്ന് പറയുന്നത് തുടങ്ങിയ ഇവർ പുരോഗമനമാണെന്ന് കരുതിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ക്യാമ്പസുകളിൽ പോയിട്ട് ആലോചിക്കണം. ക്യാമ്പസുകളിൽ പോയിട്ട് അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന, ഒരുപാട് അതിനുവേണ്ടി പ്രയാസപ്പെടുന്ന ഒരു വളരെ സങ്കടകരമായിട്ടൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഈ ഏഷ്യാനെറ്റിന്റെ ഭാഗത്തുനിന്ന്. ഇതേ ഏഷ്യാനെറ്റ് തന്നെയാണ് വേറെ പല രീതിയിലുള്ള, നിങ്ങൾ ഏഷ്യാനെറ്റിന്റെ ന്യൂസ് വായിച്ചതൊക്കെ മനസ്സിലാവും, എല്ലാ ആഴ്ചയിലും വാരഫലവും അതേപോലെ തന്നെ അല്ലാത്ത തരത്തിലുള്ള ജ്യോതിഷമൊക്കെ ഇട്ടുകൊണ്ടേയിരിക്കും. അതൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇതേ സമയത്ത് അത് വലിയ പുരോഗമനത്തിൽ പറഞ്ഞിട്ട് ഈ ഭാഗത്ത് ഇങ്ങനെ ലിബറലിസം കുത്തി നിറക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ കാര്യം, ബിഗ് ബോസ് എന്ന പ്രോഗ്രാം റൺ ചെയ്യുന്നത് ഏഷ്യൻ ബ്രോഡ്കാസ്റ്റ് ആണല്ലോ. സ്വാഭാവികമായിട്ട് അവരുടെ മത്സരാർത്ഥികൾ എന്ന് പറയുന്നത് ശരിക്കും അവര് എടുക്കുന്നത് തന്നെ ഇത്തരത്തിലുള്ള ആളുകളെയാണ്. ഈ ഒരു ഹോമോസെക്ഷുവാലിറ്റി അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ് വളരെ മൈനോറിറ്റി മാത്രമല്ല, കേരള സമൂഹത്തിൽ നമ്മളെ പഠിക്കുന്ന സമയത്തൊന്നും കണ്ടിട്ടില്ലാത്ത, അല്ലേ? ഞാൻ സത്യം പറഞ്ഞ ഞാൻ ആദ്യമായിട്ടൊരു ട്രാൻസ്ജെൻഡർ കാണുന്നത് കോയമ്പത്തൂർ ട്രെയിനിൽ പോകുമ്പോഴാണ്. സത്യമായി പറയുന്നുണ്ട്, എന്റെ ലൈഫിൽ വരെ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ കാണുന്ന കോഴിക്കോടിലെ ഒരു ചെറുപ്പക്കാരനാണ്. അവൻ ട്രാൻസ്ജെൻഡർ ഒന്നല്ല, അവനൊരു സ്ത്രൈണതയുണ്ട്, അവന്റെ ശരീരത്തിൽ സ്ത്രൈണതയുണ്ട്. അപ്പൊ അവന് കട നടത്തിയിരുന്നു. അപ്പോൾ രാത്രി 10 മണിക്ക് ശേഷമുള്ള ഇഡ്ഡലി, ദോശ, ചെറിയ കാര്യങ്ങളായിട്ട് കട നടത്തിയിരുന്നു. അപ്പൊ രാത്രി ഇവന്
ഈ ഒരു സ്ത്രൈണത ഉണ്ടായത് കൊണ്ട് ഇവന് കുറച്ച് ആണുങ്ങളെ കുറച്ച് പേടിയാണ്. നമ്മളെ അത്രത്തോളം ഒരു ധൈര്യമില്ല, ധൈര്യം കുറവാണ്. അപ്പൊ നമ്മൾ കടയിൽ പോണ സമയത്ത് നമ്മളവനെ കൺസിഡർ, നമ്മൾ സാധാരണ നമ്മളെ പോലെ തന്നെ അവനും ചെറിയ സ്ത്രൈണത ഉണ്ടെന്ന് തന്നെ ഉള്ളൂ, ഡിഫറൻസ് ഒന്നുമില്ലല്ലോ, വേറെ പ്രത്യേകത ഒന്നുമില്ല നമ്മൾ തമ്മിലില്ലല്ലോ. അപ്പൊ നമ്മളോട് സംസാരിക്കും, നമ്മളോട് കമ്പനിയാവും. അത് കഴിഞ്ഞിട്ട് ഇവന് ഏതെങ്കിലും ആരെങ്കിലും ഇവന് ഉപദ്രവിക്കുക വരിക എന്നുണ്ടെങ്കിൽ ഇവൻ നമ്മളടുത്ത് പറയുന്നത് അങ്ങനെ ശല്യം ചെയ്യുന്നു എന്ന് പറയും. കാരണം ഇവൻ അങ്ങനെ ട്രാൻസ്ജെൻഡർ ആയിട്ട് അങ്ങനെ ജീവിക്കുന്നതല്ല, ഇവന് ആണാണ്. സ്ത്രൈണത ഉണ്ടെന്നൊരു കാരണം കൊണ്ട് മാത്രം സമൂഹത്തിൽ ഒരുപാട് ആളുകൾ ഇവനെ അവഹേളിക്കുക, കളിയാക്കുക. അതുകൊണ്ട് രാത്രി കട നടത്തുമ്പോൾ അവിടെയും വരും കുറെ എണ്ണം ശല്യപ്പെടുത്താൻ എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പിന്നെ കാണുന്നത് ഇങ്ങനെ സ്ത്രൈണതയുള്ള മനുഷ്യന്മാരാണ്. അവര് ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാർ, വിവാഹം കഴിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ പെൺകുട്ടി പറഞ്ഞൊരു കാര്യം, ഇത് നോർമലായിട്ട് കണ്ടാ പോരെ എന്നുള്ളതാണ്. ഇത് ഈ ഹോമോസെക്ഷുവാലിറ്റി വിവാഹത്തെ കുറിച്ച് അവർ പറയുന്നത്. നമുക്ക് പറയാനുള്ളത് അങ്ങനെ നോർമലി കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതിന് ഒന്നാമത്തെ കാര്യം, പ്രധാനപ്പെട്ട 3 കാരണങ്ങളുണ്ട്. പിന്നെ നിങ്ങളൊക്കെ ഈ സ്കൂളും കോളേജും പഠിക്കുന്ന കുട്ടികളാകുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് കുറച്ച് സയന്റിഫിക് ആയിട്ടുള്ള സംസാരവും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നിങ്ങളൊരു കാര്യം നോർമലൈസ് ചെയ്യണം, അത് നോർമൽ ആണെന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ട് നോർമൽ ആണ് എന്ന് നിങ്ങൾ പറയാൻ അറ്റ്ലീസ്റ്റ് നിങ്ങളെ കൊണ്ട് സാധിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ഈ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് കാരണമാണ് ഈ കുട്ടികൾ ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള ഇങ്ങനെയുള്ള ഒരു എന്തോ ഈ LGBTQ എന്ന് പറഞ്ഞ ആശയം, ഞാൻ പറയുന്നത് LGBTQ ആശയം നമുക്ക് പറയാം, ഈ ഹോമോസെക്ഷുവാലിറ്റി എന്ന ആശയത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ എന്തോ പഴയ നൂറ്റാണ്ടിലേക്ക് പോകും എന്നുള്ളൊരു പേടിയായിരിക്കും ഒരു പക്ഷേ അവരെ അങ്ങനെ പറയിപ്പിക്കുന്നു തോന്നുന്നുണ്ട് എനിക്ക്. അങ്ങനെ ഒരു പേടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഇവരെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താഴ്ന്നു പോവും, ഇവരെതിരെ പറയാൻ പാടില്ല, അല്ലെങ്കിൽ ഇവർ പറയുന്നത്, ഈ ഒരു പൊതുസമൂഹം പറയുന്നത്, ലിബറൽ വേൾഡ് പറയുന്നത് അങ്ങനെ തന്നെ എടുക്കണം, അങ്ങനെ തന്നെ വിഴുങ്ങണം എന്നുള്ളൊരു ചിന്ത ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഇനി ഞാൻ പറഞ്ഞ 3 കാരണങ്ങൾ, ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നെ സംബന്ധിച്ച് ഇസ്ലാം അതിനെ എതിർക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ കാരണം. ആസ് എ മുസ്ലിം കൃത്യമായിട്ടുള്ള ഒബ്ജക്റ്റീവ് മൊറാലിറ്റി ഉണ്ട്. ഒരു കാര്യം തെറ്റാണോ ശരിയാണോ എന്ന് പറഞ്ഞു തരാൻ വേണ്ടി അള്ളാഹു നമുക്ക് പ്രപഞ്ചം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പ്രപഞ്ചം പരിപാലിക്കുന്ന സൃഷ്ടാവായിട്ടുള്ള ലോകരക്ഷിതാവായി അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾ ഈ കാര്യം തെറ്റാണ് ശരി ഏതെന്നുള്ള പറഞ്ഞു തന്നിട്ടുണ്ട്. കൃത്യമായിട്ട് ഹോമോസെക്ഷുവാലിറ്റി പോലെയുള്ള കാര്യം തെറ്റാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് നമ്മളെ സംബന്ധിച്ചു ആസ് എ മുസ്ലിം എനിക്കത് ഒന്നാമത്തെ എനിക്ക് അതിനെ അംഗീകരിക്കാൻ പറ്റാത്ത കാരണമായി തീരുകയാണ്. ഈ പെൺകുട്ടികൾ അവർ മുസ്ലിംസ് ആണെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ അള്ളാഹുലും റസൂലും വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, പ്രവാചകൻ പറഞ്ഞൊരു കാര്യം, അള്ളാഹു ഒരു കാര്യം നിരോധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് സ്വീകരിക്കുക എന്നുള്ളതാണ് ബുദ്ധിപരം. ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ചെയ്യണം എന്താ, പ്രപഞ്ചം സൃഷ്ടിച്ചു ഒരുപാർക്കും ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തർക്കിക്കാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെ? അള്ളാഹു ഒരു കാര്യം പറഞ്ഞു എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞത് എക്കിന് വേണം, ഇതിന് കൃത്യമായിട്ടൊരു ബോധ്യം വേണമെന്ന് പറയണത്. അപ്പൊ അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം, ഈ മതപരമായി നോക്കുന്നുണ്ട് തെറ്റാന്നുള്ളത് നമുക്ക് ഒബ്ജക്റ്റീവ് മൊറാലിറ്റി വെച്ചുകൊണ്ട് പറയാൻ സാധിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ സയന്റിഫിക് പോയിന്റ് നോക്കാം. സയന്റിഫിക്കലി നമുക്ക് ഈ കാര്യത്തെ ഒരു തരത്തിൽ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളൊരു ആണും പെണ്ണും തമ്മിലുള്ള ബന്ധം എന്ന് ഉദ്ദേശിക്കുന്നത്, ലൈംഗിക ബന്ധം എന്ന് ഉദ്ദേശിക്കുമ്പോൾ ശരിക്കും നമ്മളെ ശരീരത്തിന്റെ പ്രകൃതം അങ്ങനെയാണ്. ഒന്നും വേണ്ട, കണ്ണാടിന് മുമ്പിൽ പോയി നോക്കിയാൽ മതി. ഞാൻ ജസ്റ്റ് പറയാം, ഇപ്പൊ ഒന്നും ഇതുവരെ സ്വന്തം ശരീരം നോക്കിയിട്ടില്ലെങ്കിൽ സ്വന്തം ശരീരം നോക്കാൻ ശ്രമിക്കുക. ആണും പെണ്ണും എന്ന് പറയുന്നത് അവർ തമ്മിൽ മേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ബോഡി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പ്യൂറായിട്ട് അങ്ങനെ തന്നെയാണ്, അല്ല വേറൊരു രീതിയിലും അല്ല. അപ്പൊ ആണും തമ്മിൽ ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ അവര് ബന്ധപ്പെടുന്നത് ഏതിലൂടെ ആയിരിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അത് കാരണം പല രോഗങ്ങളും വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ നമുക്ക് ഒരു പരസ്യം നമുക്ക് അറിയാലോ, അങ്ങനെ ശ്വാസകോശ സ്പോഞ്ച് പോലെയാണെന്ന് ഒരു പരസ്യം ഉണ്ടല്ലോ. അപ്പൊ അത് നിങ്ങളെ രോഗിയാക്കുന്നു പറയുന്നത് പോലെ തന്നെ ഇവിടെ ഒരു കാര്യം, പ്രവൃത്തി നിങ്ങൾ രോഗിയാക്കി മാറ്റണം. സിഗരറ്റ് നിങ്ങൾ രോഗിയാക്കി മാറ്റുമെങ്കിൽ നിങ്ങൾ ഉപേക്ഷിക്കണം. അതേപോലെ തന്നെ ഈ പ്രവൃത്തി നിങ്ങൾ രോഗിയാക്കി മാറ്റും എന്നുള്ളത് നമ്മളല്ല പറയുന്നത്, സയൻസ് ആണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അത്തരത്തിൽ സ്റ്റഡി നോക്കി മതി. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം വേൾഡിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് റിസർച്ച് പേപ്പർ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഹോമോസെക്ഷുവാലിറ്റി ആണും ബന്ധപ്പെടുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ഒരിക്കലും ബയോളജിക്ക് യോജിക്കുന്നതല്ല. മനുഷ്യൻ സ്പീഷ്യസ് ഹ്യൂമൻ എന്ന് പറയുന്ന ഒരു കുലം നിലനിൽക്കുന്നുണ്ടെങ്കിൽ, അത് വേണമെന്നുണ്ടെങ്കിൽ, അതിന്റെ ഒരു റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് ഈ ഒരു പ്രോപ്പറായ രീതിയിൽ തന്നെ നടക്കണം എന്നുള്ളത്. അല്ലാത്ത രീതി നടക്കുക എന്നുണ്ടെങ്കിൽ
ഇത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സോഷ്യൽ സ്ട്രക്ചറിനെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. സോഷ്യൽ സ്ട്രക്ചേഴ്സിൽ എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ പറയുകയാണ് ഇൻഡിവിജ്വൽ ഫ്രീഡം ആണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് വിചാരിക്കാം. ഒരാൾ പറയുന്നത് ഇൻഡിവിജ്വൽ ഫ്രീഡം ആണ് കൊടുക്കേണ്ടതെന്ന് വിചാരിക്കാം. അപ്പോൾ ഇൻഡിവിജ്വൽ ഫ്രീഡത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് മറ്റു പല കാര്യങ്ങളും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഒരാൾ പറയുകയാണ് എനിക്ക് ഇന്ന രീതിയിലുള്ള ഒരു ഇൻസെസ്റ്റ് പോലെയുള്ള ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാമിലി ഉണ്ടെന്ന് ഇരിക്കുക. ലോകത്തിൽ ചെയ്യുന്ന ഫാമിലീസ് ഉണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ഇവിടെ സ്വന്തം ഭാര്യയുടെ മാതാവിനെയും ഗർഭിണിയാക്കിയിട്ട് ഒരേ ദിവസം രണ്ടുപേരുടെയും ഗർഭം ആഘോഷിക്കുന്ന ലിബറൽ വേൾഡിൽ നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ അപ്പോഴത്തെ ഒരു കോർട്ടിൽ ഒരു ജഡ്ജിന്റെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പം ജഡ്ജിന്റെ മറ്റുള്ള കോർട്ടിൽ വന്ന ഒരു കേസായിരുന്നു, അമേരിക്കയിലെ തോന്നുന്നു. ഒരു പെണ്ണും തമ്മിൽ രണ്ട് ലെസ്ബിയൻസ് ആണ്. രണ്ടുപേരും രണ്ടുപേരും പാർട്ട്നേഴ്സായിട്ട് ജീവിക്കുകയാണല്ലോ, അവിടെ അലൗഡ് ആണല്ലോ. അപ്പൊ അവര് ജീവിക്കുന്ന സമയത്ത് കുട്ടികളില്ലാത്തത് കൊണ്ട്, സ്വാഭാവികമായിട്ട് കുട്ടികൾ ഉണ്ടാവില്ലല്ലോ, കുട്ടികളില്ലാത്തതുകൊണ്ട് രണ്ടുപേരും ഒരു ഹസ്ബൻഡിനെ സ്വീകരിക്കുകയാണ്. രണ്ടുപേരും ഒരു ഹസ്ബൻഡിനെ സ്വീകരിക്കുക. രണ്ടുപേർക്ക് കുട്ടികൾ വേണം, ഒരേ ഹസ്ബൻഡിനെ ആയിരിക്കണം. ലിബറൽ വേൾഡില് എങ്ങനെയൊക്കെയാണ് ചിന്ത പോണെന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇസ്ലാമിലെ ബഹുഭാര്യാത്വം പാടില്ല, തെറ്റാണ്. അതെ ഹോമോസെക്ഷുവാലിറ്റിയില് പോണല്ല, അതാ പറഞ്ഞ നമ്മളത് ആലോചിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ പറഞ്ഞു വന്നാൽ സോഷ്യലി ഇതിന് ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന സോഷ്യൽ എന്ന് പറയുന്നത് കുടുംബബന്ധങ്ങൾ തകർക്കാൻ അതിന് കാരണമായി തീരുന്നുണ്ട്. പിന്നെ കുട്ടികളിൽ വലിയ രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത്. നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം. അടുത്ത ഭാഗത്ത് വരുന്നുണ്ട് തോന്നുന്നു. അപ്പൊ ഞാൻ അടുത്തൊരു LGBTQ എന്ന വേർഡ് ഒരു മൊത്തത്തിൽ കൊണ്ടുവരിക ചെയ്യണം. അടുത്തതായിട്ട് ഒരു മെയിൻ കാര്യം LGBTQ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുമ്പോൾ അത് ഇന്റർസെക്സ് ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മളങ്ങോട്ട് എതിർക്കുകയാണെന്നൊരു ധ്വനി ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് വേറൊരു അജണ്ട. അത് നമ്മൾ എവിടെ പോയാലും അല്ലെങ്കിൽ ഇവർക്ക് ഈ ഒരു മഴവില്ലെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഈ കൊടി പിടിച്ച് നടക്കുന്നതന്നെ അതിനടിയിലെല്ലാം വരും എന്ന് പറയണത്. അതിനകത്ത് എല്ലാം കൊണ്ടുവരും. എന്തൊക്കെയുണ്ട് അതൊന്നും പ്രശ്നം, അതൊക്കെ അതിനകത്ത് വരും. അപ്പൊ നമുക്ക് എന്താ ഒരു സാധനം എതിർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മൊത്തം എതിർക്കുന്നതിന് പോലെയാവും. മനസ്സിലായി നിങ്ങൾക്ക്? അതൊരു അജണ്ടയുടെ ഭാഗമായിട്ടാണ്. ഇപ്പൊ ഞങ്ങളുടെ പോണ സമയത്ത് വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു, കേമാട്ട് ഷോപ്പിൽ പോയ സമയത്ത് പറഞ്ഞു, നീ പോണ വഴിയിൽ നോക്കുന്നതിൽ ഏകദേശം നിനക്ക് 90% സാധനം നിനക്ക് LGBTQ പ്രൊമോഷൻ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഈ തലയിൽ കെട്ടുന്ന ഒരു ഇതില്ലേ, മുടി കെട്ടുന്ന സംഭവമല്ലേ ഗേൾസിന്റെ, അതൊക്കെ മഴവിൽ രീതിയിലാണ് അടുക്കി വെച്ചിട്ടുണ്ടാകുക. കുട്ടികളുടെ ടോയ്സ് ബോൾസ് ഒക്കെ കളിക്കുന്ന ബോൾസും ടോയ്സ് ഒക്കെ അടുക്കി വെച്ചത് പോലും LGBTQന്റെ ഡിസൈനിലായിരിക്കും. അംബർല, കുട്ടികൾ സ്കൂളിൽ കൊണ്ടുവന്ന അംബർല, അങ്ങനെ ആ രീതിയിലായിരിക്കും ആ കൊടി. അപ്പൊ ആ കൊടി അവര് കൊണ്ടുവച്ചിട്ട് തന്നെ കൊടി വെച്ചുകൊണ്ട് അവർ വലിയ പ്രൊമോഷൻ നടത്തുന്നുണ്ട്. അപ്പം ഇതില് ഈ ജെൻഡർ ഐഡന്റിഫിക്കേഷൻ സംഭവം വരുന്നുണ്ടല്ലോ. ചില ആണുങ്ങൾ പെണ്ണാണെന്ന് ഐഡന്റിഫൈ ചെയ്യും, സ്ത്രീകള് പുരുഷനെന്ന് ഐഡന്റിഫൈ ചെയ്യും. ഇതില് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവർ പറയാറുള്ളത് ഫ്ലൂയിഡ് ആണെന്നുള്ളത്, അതൊരു സ്ട്രോങ് സാധനം എന്നല്ല, ഫ്ലൂയിഡ് ആണ് ഈ ജെൻഡർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളത് Instagram TikTok വീഡിയോസ് കാണാൻ സാധിക്കും. ചില ആളുകൾ പറയുന്നത് അവരൊരു രാവിലെ എണീറ്റ ഉടനെ അവരൊരു ആണായിട്ട് ഐഡന്റിഫൈ ചെയ്യും. അവരുടെ ലൈഫ് ദിവസം അങ്ങനെ കേട്ടോ, അങ്ങനെയല്ല, അവർ ദിവസം ലൈഫ് എങ്ങനെയാണ്, രാവിലെ ആണായിട്ട് ഐഡന്റിഫൈ ചെയ്യും, ഉച്ചക്ക് വെയിലുണ്ടിട്ടുണ്ടെങ്കിൽ പെണ്ണായിട്ട് ഐഡന്റിഫൈ ചെയ്യും, രാത്രി ആകുമ്പോൾ പിന്നെ വേറെ എന്തെങ്കിലും ആയിട്ട് ഐഡന്റിഫൈ ചെയ്യും. ഇത് ശരിക്ക് റിയൽ ആയിട്ട് ഇതൊന്നും തള്ളായിട്ട് നിങ്ങൾ കണക്കാണ്ടത് ശരിക്കും സംഭവം അത് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ സാധ്യത കുറവാണ്. കാരണം ഇങ്ങനെയൊക്കെ നടക്കുമെന്നുള്ളത്, ഇങ്ങനെയാണ് നടക്കുന്നത്. മൂൺ ജെൻഡർ ആണ് ജെൻഡർ ഉണ്ട്. പകല് വേറൊരു ജെൻഡറും രാത്രി ആയാലും ജെൻഡർ മാറും. അതെ, കണ്ടോ, രാപ്പകൽ മാറി വരുന്ന ജെൻഡർ മാറും. മൂൺ ജെൻഡർ എന്നാണ് പറയാം. അത് ശരി, അതൊരു പേരും ഉണ്ടാവില്ല. അപ്പൊ ഇതിങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്, കുറെ Instagram Facebook വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ മാറി ഓരോ സമയങ്ങളിലനുസരിച്ച് മാറി ഐഡന്റിഫൈ ചെയ്യുന്ന ആൾക്കാർ. ഐഡന്റിഫിക്കേഷൻ മാറി പിന്നെ പൂച്ചയായിട്ട് പട്ടിയായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം നോർവേയിലുള്ള ഒരു സ്കൂളിൽ ടീച്ചറെ പുറത്താക്കിയ ഒരു സംഭവം ന്യൂസ് ഉണ്ടായിരുന്നു. ആ ന്യൂസിനകത്ത് കൊടുത്തത് ടീച്ചറെ കുട്ടികളുടെ നെയിം എടുക്കുന്ന സമയത്ത് ഒരു കുട്ടി മ്യാവെന്ന് വെച്ചുണ്ടാക്കിയപ്പോൾ ടീച്ചർ ആ കുട്ടീനെ മൈൻഡ് ചെയ്തില്ല. അപ്പൊ ആ കുട്ടിയെ കേസ് കൊടുത്തിട്ട് ടീച്ചറെ പുറത്താക്കി. കാരണം ആ കുട്ടി പൂച്ചയായിട്ട് ഐഡന്റിഫൈ ആണത്. ടീച്ചർക്ക് അത് അറിയായിരുന്നു. വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിവോഴ്സ് കേസ് ഞാൻ കേട്ടത്, അത് നിങ്ങൾ കേൾക്കട്ടോ, രസം സംഭവം, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അവർ വലിയ കാര്യമായിട്ടത് ഇതൊരു ഇന്റർവ്യൂ ആണ് കേട്ടോ. ഒരു ഇന്റർവ്യൂവിൽ ഒരു പെൺകുട്ടി അവിടെ പറയുന്നതാണ്. അവിടെ ഒരു
പാവയായിട്ടാണ്, ഒരു ഡോളായിട്ടാണ് അവിടെ ഐഡന്റിഫൈ ചെയ്യണത്. ഓക്കെ, എന്നിട്ട് ഇവള് വേറൊരു ഡോളിനെ വിവാഹം കഴിച്ചു. ഇവിടെ വിവാഹം നടത്തി കൊടുത്ത് ഇവിടെ ഫാദർ മദർ തന്നെ പാരന്റ്സ് തന്നെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു വേറെ ഡോളുമായിട്ട്. റിയൽ ഗേള് ഡോളായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന സ്ത്രീ ഒരു ഡോളുമായിട്ട് ശരിക്കും ഉള്ള ഒരു പ്ലാസ്റ്റിക് ഡോളിനെ വിവാഹം കഴിച്ചു. എന്നിട്ട് ഡിവോഴ്സ് ആയി അവള് ലാസ്റ്റ്. അതിന് കാരണം ചോദിച്ചപ്പോൾ അവള് പറയുന്നത് അവളുടെ ആ പാർട്ട്ണർ ഡോള് വേറൊരു ഡോളുമായിട്ട് അവിഹിത ബന്ധത്തിലായിരുന്നു എന്ന്. അപ്പോ നമ്മൾ ഇതൊരു മാജിക്കൽ വേൾഡ് ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള ചെറിയ സംഭവങ്ങൾ അങ്ങനെ നല്ല ഇത് കേരളത്തിൽ ഇങ്ങനെ കാണിച്ചു പൊക്കി കൊണ്ടുവരുന്ന സംഭവം എന്നല്ല. ഇത് പക്ക നിങ്ങൾ കാണാത്ത ലെവൽ സംഭവങ്ങളാണ് കൊണ്ടുവരുന്നത്. അല്ല, ജുനൈദ് പറയുന്നത് ഇപ്പം കേരളത്തിലെ ക്യാമ്പസിലെ പിള്ളേർ ഇത് നോർമൽ ആണ് എന്ന് പറയുമ്പോൾ അങ്ങനെ നോർമൽ ആക്കിയുള്ള ഒരു പ്രശ്നമാണ് പറയുന്നത്. ഇവർക്ക് തോന്നിയതാണല്ലോ, ഇവള് തോന്നലിന്റെ അടിസ്ഥാനത്തിലാണല്ലോ അവർക്ക് ഇവളുടെ സെക്ഷാലിറ്റി പിന്നെ ഹോമോസെക്ഷാലിറ്റി ആണ് തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ. അങ്ങനെ തോന്നിയ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതിൽ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ജുനൈദ് സൂചിപ്പിച്ചത്. അതെ, മൊറാലിറ്റിയെ നമ്മൾ കൺസിഡർ ചെയ്യാതെ നമ്മൾ ഇൻഡിവിജ്വൽ ഫ്രീഡത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ പറയാണ് നമ്മൾ അംഗീകരിക്കേണ്ടി വരും. ഒരുത്തനെ പൂച്ചയായിട്ട് ഐഡന്റിഫൈ നമ്മൾ അംഗീകരിക്കേണ്ടി വരും. നമ്മൾ അല്ലാന്ന് പറഞ്ഞാൽ അവൻ പറയും ദാറ്റ്സ് മൈ റൈറ്റ്, മൈ ബോഡി മൈ ചോയ്സ്, ഹു ആർ യു എന്ന് പറയും. ഓക്കെ, അതേപോലെ തന്നെ ഒരു പിതാവും മകളും തമ്മിൽ അല്ലെങ്കിൽ അമ്മയും മകനും തമ്മിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യരുത്, അത് തെറ്റാന്ന് പറയാൻ പാടില്ല. കാരണം എന്താ, ദാറ്റ്സ് അവർ റൈറ്റ്, ഞങ്ങളുടെ ഇഷ്ടമാണ്, ഞങ്ങളുടെ താല്പര്യമാണ്, നീ ആര് ചോദിക്കാൻ ചോദിക്കും. ഇൻഡിവിജ്വൽ ഫ്രീഡംസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പിന്നെ ആകെ പറയാൻ പറ്റിയ സംഭവം എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ട് ഇത് തെറ്റാണല്ലോ, നിയമപരമായിട്ട് പെടുന്നുണ്ടല്ലോ ചില കാര്യങ്ങൾ അവർ തള്ളി മാറ്റാൻ പറ്റും. നിയമം വേറെ, മൊറാലിറ്റി വേറെ. നിയമത്തിലുള്ള എല്ലാ മോറൽ ശരിയാവണമെന്നില്ല, അല്ലെ? അങ്ങനെ ആവണമെന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അങ്ങനെ അംഗീകരിക്കുകയാണ്, നിങ്ങൾ ഏത് രാജ്യത്ത് താമസിക്കുന്നു ആ രാജ്യത്തിന്റെ നിയമം അതേപോലെ അംഗീകരിച്ച് ജീവിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഒരു ഇൻസെസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആഫ്രിക്കൻ ആദിവാസി ഗോത്രത്തിൽ പോയിട്ട് നിങ്ങൾ അവിടെ ഇൻസെസ്റ്റ് സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങളും ഉണ്ടായിരിക്കേണ്ടി വരും. അവിടെ പ്രശ്നം വരുന്നത്. അപ്പം ഇൻഡിവിജ്വൽ ഫ്രീഡത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വരുന്ന പ്രശ്നങ്ങൾ ഇതാ. നമ്മൾ പറയുന്നത് നിങ്ങൾ ഇവര് പറയുന്ന പോലെ അത് നോർമൽ കപ്പിൾ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ വരുന്നത് ഇൻഡിവിജ്വൽ ഫ്രീഡം ആണ്. നൂറ, ആദില എന്ന് പറഞ്ഞ പെൺകുട്ടികൾ അവരിഷ്ടം, അവരുടെ ലൈഫ് അവർ മുന്നോട്ട് പോട്ടെ, നിങ്ങൾ എന്ത് ഇടപെടുന്നു എന്നുള്ളതാണ്. ഒരുപാട് സയന്റിഫിക് പ്രശ്നങ്ങളുണ്ട്, സോഷ്യൽ പ്രശ്നങ്ങളുണ്ട്, പിന്നെ മതപരമായിട്ട് പ്രശ്നങ്ങളുണ്ട്, വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട് സമൂഹത്തിൽ എന്നുള്ളത് മനസ്സിലാക്കുക. ഇത് ചെറിയ സാധനങ്ങളൊന്നുമല്ല. LGBT കൊടക്കീഴിൽ വരുന്ന ഓരോ സംഭവങ്ങളും ഇതിനേക്കാൾ ഡേഞ്ചർ കാര്യങ്ങൾ. അപ്പൊ നിങ്ങളിത് ഒരിക്കലും ഒരു ബയോളജിക്കലി ഒരു സയന്റിഫിക്കലി ഒരു മനുഷ്യൻ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണിത്. എനിക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാൻ കുറച്ചും കൂടി അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടി അത് വിശദീകരിക്കാൻ തോന്നുന്നു. ഞാൻ ആ വീഡിയോയിലോട്ടൊന്ന് പോവാം. അതേ സ്റ്റാൻഡിൽ തന്നെ ഇപ്പോഴും ലക്ഷ്മി ഉറച്ചിരിക്കുന്നു. അങ്ങനെ നോർമലൈസ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണോ അത്? ഒരിക്കലും അല്ല. കാരണം അതിൽ പറയുന്നുണ്ട് ഇവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല, ഇവര് ഇൻസ്പയർ ആവാണ് ബാക്കിയുള്ള കണ്ടു കഴിഞ്ഞാൽ ഒരാള് ലെസ്ബിയൻ അല്ലെങ്കിൽ ക്വീർ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവാൻ പറ്റും? അങ്ങനെ ഒരിക്കലും ഇല്ല. കാരണം നമ്മൾ ഓരോ ഓപ്പോസിറ്റ് സെക്സിനോട് നമുക്ക് അട്രാക്ഷൻ തോന്നുന്നില്ല, സെയിം സെക്സിനോടാണ് അട്രാക്ഷൻ തോന്നുന്നുള്ള ഹോർമോൺസ് ഉള്ള ആളുകൾക്ക് മാത്രമേ ലെസ്ബിയൻസ് ആവാൻ പറ്റൂ. അല്ലാത്ത ആൾക്കാർ ഇത് കണ്ട് ഇൻസ്പയർ ആയിട്ട് ഒരു സിനിമയിലൊക്കെ വയലൻസ് കണ്ടിട്ട് കുട്ടികൾ വയലൻസിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് പോലെ ക്വീർ കമ്മ്യൂണിറ്റിനെ കണ്ടിട്ട് മറ്റുള്ളവർ അല്ലെങ്കിൽ മറ്റുള്ള മനുഷ്യർ ആ കമ്മ്യൂണിറ്റിയിലേക്ക് പോകും എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. കാരണം ഈ ഒരു അട്രാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇതിലൊരു ഭയങ്കര ബ്ലണ്ടർ ഉണ്ട്. ഒന്നാമത് അതാ പറഞ്ഞത്, ഈ മൈക്കായിട്ട് ഇങ്ങനെ കോളേജ് ക്യാമ്പസിൽ പോകുമ്പോൾ പോകുന്ന ആക്കും ബോധം വേണം, ചോദിക്കുന്ന ആളുകൾക്ക് അതിനെ കുറച്ചെങ്കിലും ബോധം വേണം. അവർ ആ ഹിജാബ് ഇട്ടത് മതവിശ്വാസത്തിന്റെ ഭാഗമാണെങ്കിൽ തന്നെ മതം ഈ വിഷയത്തിൽ എന്ത് പറയണു എന്നുള്ളത് വേണം. ഒരു സയൻസ് വിദ്യാർത്ഥികളാണെങ്കിൽ ഇതിൽ സയൻസ് എന്ത്, അതിനകത്ത് ജുനൈദ് പറഞ്ഞ പോലെ തന്നെ സയൻസ് എന്ത് പറയണു എന്നുള്ള ബോധം വേണം. ഇതിലൊരു വൈരുദ്ധ്യം ഉണ്ട് ജുനൈദ്. ഇത് നോർമലാണ്, പ്രശ്നമൊന്നുമില്ല. അപ്പൊ പിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നവരെന്തിനാ പേടിക്കുന്നത്? ഇൻഫ്ലുവൻസും ചെയ്യൂല, നോർമലാണ്, ഇൻഫ്ലുവൻസ് ചെയ്തോട്ടെ, നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഈ നോർമൽ ആണെന്നും പറയുന്നു, ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പേടിക്കുകയും ചെയ്യുന്നു. ഇത് നോർമലും അല്ല, ഇത് മാരകമായ രൂപത്തിൽ നമ്മുടെ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത് പറയുന്നത് ഞങ്ങളല്ല, കേരളത്തിലെ ഏതെങ്കിലും മുസ്ലിം സംഘടനകളല്ല, ഏതെങ്കിലും കൂട്ടായ്മയല്ല. ആധികാരികമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റും ഇത് ഭീകരമായ രൂപത്തിൽ ഇത് കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അത് മാത്രമല്ല, ഈ പറഞ്ഞ ആൾക്കാര് LGBT പ്രൊമോട്ട് ചെയ്ത് നടന്ന ആൾക്കാരെ LGBTക്ക് അഗെയിൻസ്റ്റാണ് വാദം പറഞ്ഞത്. ഈ വാദം നിങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അടി കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് ഞാൻ ഫസ്റ്റ് പറയാണ്. കാരണം LGBTQ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ മുമ്പിൽ പോയിട്ട് പറയരുത് ഹോർമോൺ അത് നോക്കിയിട്ടാണ് ഇവിടെ ആണും പെണ്ണും ഐഡന്റിഫൈ ചെയ്യുന്നത് പറയരുത്. അവിടെ പോയി അതെ അത് വലിയ പ്രശ്നമാണത്.
ബയോളജിക്കൽ അല്ല എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾ പറയുന്നത് ബയോളജിക്കൽ ആണ്. ഏത് ഹോർമോൺ? അതിന് ഹോർമോൺ ഓക്കെ അസെക്ഷൽ ആവാൻ സാധ്യതയുണ്ട്. ഫൈൻ. ഒരാൾക്ക് ഒരു ഓപ്പോസിറ്റ് സെക്സിനോട് അട്രാക്ഷൻ തോന്നുന്നില്ല, ഫൈൻ, അസെക്ഷൽ ആണ്, അതിന് സാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷെ അതൊരു ഹോമോസെക്ഷാലിറ്റിയിലൂടെ പോകാൻ അവർ ഹോർമോൺ അതായത് ഹോർമോൺ നിങ്ങൾ പറയും, നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ അതായി പിന്നെ ആധികാരികമായ പഠനങ്ങളൊക്കെ ഇപ്പോൾ ഇത് പറയുമ്പോഴേ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു പിന്നെ ROGD, റാപ്പിഡ് ഓൺസെറ്റ് ജെൻഡർ ഡിസ്ഫോറിയ എന്നുള്ള സംഗതിനെ കുറിച്ച് ആധികാരികമായി ലോകത്തെ ഏറ്റവും ഒതന്റിക് ആയിട്ട് സയന്റിഫിക് സ്റ്റഡീസ് പ്രസന്റ് ചെയ്യുന്ന ആർട്ടിക്കിൾസിലൊക്കെ അവരുടെ പോർട്ടലിലൊക്കെ വന്ന സ്റ്റഡീസ് ഉണ്ട്. റാപ്പിഡ് നിങ്ങൾക്ക് ഇതിന്റെ ഓഡിയൻസിനൊക്കെ ഒന്ന് പരിശോധിക്കാവുന്നതാണ്. റാപ്പിഡ് ഓൺസെറ്റ് ജെൻഡർ ഡിസ്ഫോറിയ ഇതിനെക്കുറിച്ച് പഠനം നടത്തിയ US പ്രമുഖയായിട്ടുള്ള ഡോക്ടർ ലിസ ലിറ്റ്മാൻ, ഒരു ഡോക്ടറാണ്, അവർ പിന്നെ കോളേജ് പ്രൊഫസറാണ്, റിസർച്ചറാണ്. അവർ ഈ വിഷയത്തിൽ വളരെ അധികരമായി പഠനം നടത്തി. ഇവർ പഠനം നടത്താനുള്ള സാധാരണ ഇവർ ജെൻഡർ ഡിസ്ഫോറിയെ കുറിച്ച് പഠിച്ചപ്പോൾ പിന്നെ ജെൻഡർ ഡിസ്ഫോറിയ വന്ന് ട്രാൻസ് ആയിട്ടുള്ള ആളുകൾ തിരിച്ച് റീട്രാൻസിലോട്ട് വരുന്നത് ശ്രദ്ധിക്കപ്പെട്ടു. ഇവരുടെ റിസർച്ചിന്റെ ഭാഗമായിട്ട് അവർ ഒരു അഡോളസൻസ് പീരീഡ് ഒക്കെ കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് മുതിർന്നപ്പോൾ അവർ തിരിച്ച് റീട്രാൻസ്ഫർ ചെയ്യാനുള്ള ഡെസിസ്റ്റ് എന്ന് അതിന് പറയാം, അങ്ങനെ ചെയ്യുന്ന ശ്രദ്ധപ്പെട്ടപ്പോൾ ഇവരെ കുറിച്ച് പഠനം നടത്തി. അപ്പോൾ ഇവർ ആസ് ഒരു മെഡിക്കൽ വിദ്യാഭ്യാസമുള്ള റിസർച്ചർ എന്താ ചെയ്യുക, അതിന്റെ റൂട്ട് കോസ് അല്ല പരിശോധിക്കുക. അപ്പോൾ ഇവർ എന്തുകൊണ്ട് ആദ്യം ജെൻഡർ ഡിസ്ഫോറിയ ഉണ്ടാകുന്നു എന്നുള്ള പഠനം നടത്തിയപ്പോൾ അവർ പറഞ്ഞത് എന്താ വെച്ചാൽ ഈ പിന്നെ സോഷ്യൽ പ്രഷറും പിയർ പ്രഷറും ഒക്കെ വന്നിട്ടുള്ള പ്രശ്നം കൊണ്ട് എസ്പെഷ്യലി പെൺകുട്ടികൾക്കിടയിൽ ഈ ഒരു ട്രാൻസ്ജെൻഡർ ആവാനുള്ള ഒരു പ്രഷർ വരുന്നുണ്ട്. അത് എസ്പെഷ്യലി ഇൻസ്റ്റാഗ്രാം ഒക്കെ വ്യാപകമായ സമയത്ത് അതിന്റെ ഗ്രാഫ് നേരെ കുത്തനെ മേലോട്ട് പോകുന്നുണ്ടെന്നും അത് ബയോളജിക്കലായിട്ട് ഒരു റോളും ഇല്ല, മറിച്ച് ഈ സോഷ്യൽ പ്രഷറും പിയർ പ്രഷറും ആണ് ഇത്തരം ജെൻഡർ ഡിസ്ഫോറിയ, അത് റാപ്പിഡ് ഓൺസെറ്റ് ജെൻഡർ ഡിസ്ഫോറിയ ഉണ്ടാക്കാൻ സഹായിക്കും എന്നുള്ളതാണ്. ഈ നിലക്ക് കുട്ടികളെ സ്വാധീനിക്കുന്നു മാത്രമല്ല അത്തരം കുട്ടികൾക്ക് പിന്നീട് മെന്റൽ ഡിപ്രഷനും ഒരുപാട് പ്രശ്നങ്ങൾ, ഈവൻ സൂയിസൈഡ് ചെയ്യുന്ന ഘട്ടം വരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അവർ തിരിച്ച് റീട്രാൻസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നോക്കി നടത്താന്നൊക്കെ കൃത്യമായ സ്റ്റഡീസിൽ ലിസാൽറ്റ്മാൻ പറയുന്നുണ്ട്. ഇതില് മറ്റേ അവർ പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഈ ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അവർക്ക് സ്വന്തം ശരീരവും പിന്നെ അതേപോലെ തന്നെ ഏതാണ് ജെൻഡർ എന്നുള്ള രീതിയിലുള്ള ഒരു കൺഫ്യൂഷന്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ റാപ്പിഡ് ആയിട്ടുള്ള ഒരു സർജറിയിൽ ഇൻക്രീസ് വരുന്നുണ്ട് എന്നുള്ളത് അവർ പറയുന്നത്. റാപ്പിഡ് ആയിട്ട് പെട്ടെന്ന് ഒരു കൂട്ടം സർജറി. അപ്പൊ അത് എന്തുകൊണ്ട് സംഭവിച്ചു? നോർമലായിട്ട് അങ്ങനെ ഹിസ്റ്ററിയിൽ കാണാത്തൊരു കാര്യം നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ റിസർച്ചേഴ്സ് നോക്കുള്ളത്. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ സ്ഥലത്തൊക്കെ പറഞ്ഞ പോലെ തന്നെ അതിന് സോഷ്യൽ മീഡിയയുടെ ഇമ്പാക്ട് വളരെ വലിയ ഇമ്പാക്ട്. 63.5% ഓഫ് അഡോളസൻസ് അവരുടെ സോഷ്യൽ മീഡിയ യൂസ് വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ആ ഒരു ഭാഗപ്പെട്ട ആൾക്കാർ റിസർച്ചിൽ. അതേപോലെ തന്നെ മെന്റൽ ഹെൽത്തിന് പ്രശ്നം വരുന്നത്, മെന്റൽ ഹെൽത്ത് ഡിസബിലിറ്റി ഉള്ള കുട്ടികളാണ് പ്രധാനപ്പെട്ട ഇത്തരം കാര്യങ്ങളൊക്കെ പോകുന്നത് എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പൊ നമ്മളല്ല പഠനങ്ങളാണ് പറയുന്നത്. ഈ പഠനങ്ങൾ പറയുമ്പോൾ ചില ആൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല, അതുകൊണ്ട് നമ്മൾ പഠനങ്ങളാണ് പറയുന്നത്, വീണ്ടും എടുത്ത് പറയുന്നത്. അപ്പം അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ ഇമ്പാക്ട് എന്ന് പറയുമ്പോൾ ഇവർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഇതൊക്കെ എങ്ങനെ ഇമ്പാക്ട് ചെയ്യപ്പെടും എന്നുള്ളത്. ഇത് ഇമ്പാക്ട് ചെയ്യപ്പെടും, അത് പഠനങ്ങൾ പറയുന്നത് എന്നുള്ളതാണ്. പിന്നെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. ഇപ്പോൾ നോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി നിൽക്കുന്നുണ്ട് ഇവിടെ, ഹെറ്ററോസെക്ഷൽ എന്ന് പറഞ്ഞിട്ട് ബയോളജിക്കലി അക്സെപ്റ്റ് ചെയ്യുന്ന ഹ്യൂമൻസിന് ആവശ്യമായിട്ടുള്ള ഹ്യൂമൻസ് അത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്ന് മോറലി നമ്മൾ പറയുന്ന ഒരു കാര്യം. അതവിടെ നിൽക്കുന്ന സമയത്ത് അതല്ലാത്ത രീതിയിലുള്ള പെണ്ണും ആണും തമ്മിലുള്ളതും, പിന്നെ ഇനി കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേറൊരു കാര്യം പറഞ്ഞുതരാം, ഇത് രസം പറഞ്ഞുതരാം. ചില ആൾക്കാർ മൃഗങ്ങളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ബെസ്റ്റാലിറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, അതിനു വേണ്ടി വാദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതിനെതിരെ പറയാറുള്ള ലിബറൽസ് സാധാരണ ഈ പുരോഗമനവാദികൾ സാധാരണ എതിരെ പറയുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് കേരളത്തിലെ ആളുകൾ എതിരെ പറയാനുള്ള പറയുന്ന ഒരു കാരണമാണ് ആ പൂച്ചക്കോ ആ ഒരു പട്ടിക്കോ പശുവിനൊന്നും കൺസെന്റ് കൊടുക്കാനുള്ള കഴിവില്ല എന്നുള്ളത്, അല്ലേ? അത് കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിനെതിരെ ഇവർ വീണ്ടും ഒരു കാര്യം ഇവർ പറയാറുണ്ട്. അത് ഇവരിപ്പോ തിരിച്ചു പറയാറുള്ളത്, നിങ്ങൾ പശുവിന്റെ പാലെടുക്കുന്നതും ഇറച്ചി എടുക്കുന്നതും നിങ്ങൾ കൺസെന്റ് വാങ്ങിയിട്ടല്ലോ. അപ്പോ ഞങ്ങളുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തിൽ മാത്രം കൺസെന്റ് വേണം, നിങ്ങൾ എന്തിനു വാദിക്കുന്നു എന്ന രീതിയിൽ തിരിച്ചു ചോദിക്കാറുണ്ട്. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ആഗ്രഹങ്ങളുമായിട്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ഇത്തരത്തിലുള്ള ഹോമോസെക്ഷുവാലിറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളുമായിട്ടൊക്കെ, അതുപോലെ തന്നെ പെഡോഫീലിയ എന്ന് പറയുന്നൊരു ആ കുട്ടികളോട് മാത്രം അട്രാക്ഷൻ തോന്നുന്നു എന്ന് പറഞ്ഞ് വാദിച്ചടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ വരുന്നത് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് വലിയ രീതിയിൽ കുട്ടികളിലേക്ക് എത്തുമ്പോൾ കുട്ടികൾ ചിന്തിച്ചു തുടങ്ങും, നമ്മൾ
അവരുടെ ജെൻഡർ, ഞാൻ ആണാണോ പെണ്ണാണോ? ഇപ്പൊ ഇവര് നിങ്ങൾക്ക് എങ്ങനെ ജെൻഡർ മനസ്സിലാക്കാൻ സാധിക്കും? നിങ്ങൾ ആണാണോ പെണ്ണാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? 18 ഏജ് ആണ് സമയത്ത് ജെൻഡർ റിവീൽ എന്ന പ്രോഗ്രാം ഒക്കെ നടക്കുന്നുണ്ട്. ഇപ്പം ജെൻഡർ റിവീൽ എന്ന് പറഞ്ഞിട്ട് അന്നാണ് വാപ്പയും മകനൊക്കെ അച്ഛനും അമ്മയൊക്കെ പാരന്റ്സ് ഒക്കെ കുട്ടി വരുന്നു, കുട്ടി പെട്ടി പൊട്ടിക്കുക, അതിനകത്ത് മറ്റേ ബലൂണ് പിങ്ക് ബലൂണാണ് പെണ്ണായിട്ട് ഐഡന്റിഫൈ ചെയ്യുക. ആര് ആണായിട്ടിരിക്കുന്നവൻ തന്നെ പിങ്ക് ബലൂണ് പെണ്ണായിട്ട് ഐഡന്റിഫൈ. അപ്പൊ ഇത് ജെൻഡർ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ നടത്തുന്നുണ്ട് യൂറോപ്യൻ കൺട്രീസിൽ. കേക്ക് മുറിച്ച് ഞാനിതാ പെണ്ണാണെന്ന് പറയുമ്പോൾ അന്ന് അച്ഛനമ്മയ്ക്ക് മോളെ എന്ന് വിളിച്ച് പോകണം. ആരെ വിളിക്കും? താഴേക്ക് മീറ്റിലേക്കുള്ള ഒരുത്തനെയാണ് മോളെ എന്ന് വിളിച്ച് പോണത്. ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് ലോകത്ത്. അപ്പൊ ഇങ്ങനെ ഇൻഫ്ലുവൻസ് കുട്ടികൾ മനസ്സിൽ വരികയാണ്, സംശയം വരികയാണ്, ഞാൻ ആണോ പെണ്ണാണോ? അപ്പൊ ഇങ്ങനെയുള്ള നിങ്ങൾ സോഷ്യൽ മീഡിയ ഈ സപ്പോർട്ട് ആക്ടിവിസ്റ്റുകളുടെ വീഡിയോ കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. അവർ പറയുന്നുണ്ട് 5 റീസൺസ് വൈ യു ആർ എ ഗേൾ എന്ന് പറയും. എന്നിട്ട് പറയും, ആൺകുട്ടി നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ ചിരിക്കാറുണ്ടോ? നിങ്ങൾ പെണ്ണിനെ പോലെ കാണുന്നു. ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ, ഒരു മൈന്യൂട്ടായ സംഭവങ്ങൾ, ഏതെങ്കിലും ഒരു കാര്യങ്ങൾ എല്ലാ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ ചെറിയ എന്തെങ്കിലും ഉണ്ടാവില്ല. നിങ്ങൾ ഇപ്പൊ നമ്മൾ കുറച്ച് ആണുങ്ങളെ പോലെ ബിഹേവ് ചെയ്യുന്ന കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഗേൾസ് നമ്മുടെ നാട്ടിലുണ്ടല്ലോ, കുറച്ച് സംസാരിക്കുന്നത് അല്പം മീശയൊക്കെയുള്ള ഗേൾസ് നമ്മുടെ നാട്ടിലുണ്ടല്ലോ. ഇപ്പൊ പുരുഷന്മാരെ താടി വരാത്ത ആണുങ്ങളുണ്ടല്ലോ. അപ്പൊ ഈ താടി വരാത്ത ആണെന്ന് നോക്കിയിട്ട് നീ പെണ്ണാവാനുള്ള സാധ്യത കൂടുതൽ എന്ന് പറഞ്ഞിട്ട് കൺഫ്യൂഷൻ ആക്കി എന്ത് സംഭവിക്കുക ആ കുട്ടിയുടെ മനസ്സിൽ? ഈ രീതിയിലാണ് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ജെൻഡർ കൺഫ്യൂഷൻ ഉണ്ടാക്കുക, എന്നിട്ട് ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ട് മാറുക. കുറച്ച് കഴിഞ്ഞിട്ട് ഇവര് ഈ പഠനത്തിൽ പറയുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന 80% ആൾക്കാർ, ചില പഠനങ്ങൾ പറയും 80% ആൾക്കാർ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. തിരിച്ചു പോകാനുള്ള ഓപ്ഷൻ ഇല്ല. തിരിച്ചു പോകാനുള്ള ഓപ്ഷൻ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് അങ്ങോട്ട് പോയി തിരിച്ചു വരവില്ല എന്നുള്ള രീതിയിലാണ്. മാത്രമല്ല ഇതിന് എസ്പെഷ്യലി ഇതൊക്കെ ഇപ്പം പറഞ്ഞാലേ നമ്മുടെ നാട്ടിലൊക്കെ വെസ്റ്റേൺ കൺട്രീസ് നിന്നാണ് ഇത്തരം ചവറുകളൊക്കെ എടുക്കുന്നത്. അവർ തിരിച്ചു നടന്നു കേട്ടോ. വെസ്റ്റേൺ കൺട്രീസ് ഇതിന്റെ കഴിഞ്ഞ 10-30 വർഷമായിട്ട് തുടങ്ങിയിട്ട് അവരതിന്റെ കെടുതികളൊക്കെ അനുഭവിച്ച് അവർ തിരിച്ചു നടക്കാൻ തുടങ്ങി. അവിടെ ഇപ്പം അതിന് വേണ്ടിയിട്ടുള്ള മുറവിളികളൊക്കെ ഇങ്ങനെ ഉയർന്നു വരികയാണ് സമൂഹത്തിൽ. കാരണം അവരതിന്റെ കെടുതികൾ അനുഭവിച്ചു. നമ്മൾ അത്തരം ചവറുകൾ അവരെന്താണോ ഛർദ്ദിച്ചത് അത് വാരി വിഴുങ്ങുന്ന തിരക്കാണ് നമ്മൾ. പിന്നെ എസ്പെഷ്യലി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ഇത് ഭയങ്കര ഹെട്രോ നോർമേറ്റീവ് പൊളിച്ചെഴുതി പോവാണെന്നൊക്കെ പറഞ്ഞാണ്ട് എന്താ കൊണ്ടുവരുന്നുള്ളൊരു ബോധം വരെ അവർക്കില്ലാന്ന് തോന്നുന്നു. ഇപ്പൊ ഇതില് പിന്നെ ഇപ്പം നമ്മുടെ ഒരുപാട് എസ്പെഷ്യലി റിസർച്ചേഴ്സ് ഇതിൽ എസ്പെഷ്യലി ഇപ്പോൾ US അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയും അതുപോലെ ബ്രെയിൻ റിസർച്ചറും ന്യൂറോ സയന്റിസ്റ്റുമായിട്ട് ഡെബ്രാസോ ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്, എൻഡ് ഓഫ് ജെൻഡർ. അതായത് ഇത്തരം ഈ ഒരു പ്രശ്നത്തിന്റെ ഭീകരത എത്രത്തോളമാണ് എന്നും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. ഇപ്പം നേരത്തെ ജുനീദ് പറഞ്ഞ പോലുള്ള ഈ ഇന്റർസെക്സ് പോലത്തെ മെഡിക്കൽ അനോമലീസ്, വളരെ റയറായിട്ടുള്ള അപൂർവമായിട്ടുള്ള വൈകല്യങ്ങളെ പർവ്വതീകരിച്ച് അത് ജെൻഡർ ഡിസ്ഫോറിയ വളർത്താൻ ഉപകരിക്കുന്നതിൽ അപകടമൊക്കെ ഡെബ്രാസോ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ജോൺ ഹോപ്കിൻ യൂണിവേഴ്സിറ്റി എന്നറിയാലോ, നമുക്കത് പിന്നെ നമ്മളെ ഓഡിയൻസിന് പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ടെന്ന് തോന്നും. ജോൺ ഹോപ്കിൻസ് എനിക്ക് തോന്നുന്നു വേൾഡിലെ തന്നെ 8ാമത്തെ റാങ്കിലുള്ള അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ ജോൺ ഹോപ്കിൻ യൂണിവേഴ്സിറ്റിയിലെ സൈക്യാട്രിയിലെ ചീഫ് ഇൻ സൈക്യാട്രി ആയിരുന്ന ഡോക്ടർ പോൾ ആർ മാഗോ, അതിന്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണെന്ന് എനിക്കറിയില്ല, ഡോക്ടർ പോൾ ആർ മാഗോ. പിന്നെ അദ്ദേഹത്തിന് ഫോട്ടോസ് ഞാൻ ആഡ് ചെയ്യുന്നതാണ്. അദ്ദേഹം ജോൺ ഹോപ്കിൻ യൂണിവേഴ്സിറ്റിയിലെ സൈക്യാട്രി ഹെഡ് ആയിരുന്നു വളരെ കാലം. അദ്ദേഹം ഇതിനെതിരെ ശക്തമായിട്ട് ഇങ്ങനെ ജെൻഡർ അഫേമിംഗ് കെയറും കൊടുത്ത് ഈ ജെൻഡർ ഡിസ്ഫോറിയ സർജറി, ജെൻഡർ ഡിസ്ഫോറിക് ആയിട്ടുള്ള ആളുകൾക്ക് ഇത്തരം ട്രാൻസ് സർജറി ചെയ്യുന്നതിനൊക്കെ ശക്തമായി എതിർക്കുകയും അതിലെ മെഡിക്കൽ പ്രശ്നങ്ങളും ഹോർമോൺ ഇന്റർവെൻഷൻ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്കിടയിൽ, ജെൻഡർ ഡിസ്ഫോറിക് ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ ഈ പിന്നെ സർജിക്കൽ പ്രൊസീജിയറും അതേപോലെ ഹോർമോൺ ഇന്റർവെൻഷൻ ഒക്കെ ചെയ്യുന്ന ശക്തമായി എതിർത്ത പ്രമുഖനായിട്ടുള്ള സൈക്യാട്രിസ്റ്റാണ് ഡോക്ടർ പോൾ ആർ മാക്കോ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഡോക്ടർ സ്റ്റീഫൻ ബി ലെവിൻ, നിങ്ങൾക്ക് അത് ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും അദ്ദേഹം ആരാണ്. അദ്ദേഹം അറിയപ്പെടുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള സൈക്യാട്രിസ്റ്റാണ്. അദ്ദേഹവും ഇത്തരം ഈ ട്രാൻസ്ജെൻഡറിന് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളൊക്കെ എസ്പെഷ്യലി US അത് എത്രത്തോളം നമ്മുടെ ചെറുപ്പക്കാരെ അത് അവർക്ക് ദ്രോഹമാണ് എന്ന് തുറന്നു എഴുതുകയും സംസാരിക്കുകയും ചെയ്ത ഈ ജെൻഡർ അഫേമിംഗ് കെയറിലും ഫോക്കസ് ചെയ്തിട്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിനെതിരെ ശക്തമായി സംസാരിച്ച ആളാണ്. അതോടൊപ്പം തന്നെ പ്രമുഖ എൻഡോക്രൈനിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ മൈക്കിൾ ലേറ്റ്ലോ, അദ്ദേഹവും ഒരു അഡൾട്ട് എൻഡോക്രൈനോളജിസ്റ്റ് ആണ്. അത് ഈ പ്രത്യേകിച്ച് ഹോർമോൺ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം വളരെ നന്നായി ഡീപ്പായിട്ട് ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കിയ ആളാണ്. അദ്ദേഹവും ചെറുപ്പക്കാരുടെ ഇടയിൽ ഈ ജെൻഡർ അഫേമിംഗ് സർജറീസ് ഒക്കെ നടത്തുന്നതിനെ കുറിച്ച് അതായത് സയന്റിഫിക് ബേസ് എന്താണ് ചോദ്യം ചോദിച്ചുകൊണ്ട് തന്നെ ഇതിനകത്ത് ശക്തമായി വന്ന ആളാണ്. ഒരുപാട് ആൾ നമുക്ക് പറയാൻ പറ്റും. ഡോക്ടർ കോണ്ടൻ വാൻ മീറ്റർ പീഡിയാട്രിക് എൻഡോക്രൈനോളജിസ്റ്റ് ആണ്. കുട്ടികളുടെ ഇടയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ ദൂരവ്യാപ്തി എത്രത്തോളമാണ് എന്ന്, അതേപോലെ ഈ പുബേർട്ടി ബ്ലോക്കേഴ്സും
ഒക്കെ കൊടുത്ത് കുട്ടികൾക്ക് ഈ ജെൻഡർ ഡിസ്ഫോറിയ ഉണ്ടാക്കാനുള്ള ശ്രമത്തിനെതിരെ ശക്തമായി സംസാരിച്ച ആളാണ്. അങ്ങനെ 100 കണക്കിന് ആളുകളെ ഡോക്ടേഴ്സ് ആട്ടെ, ഇവരെ പോലെ ഏതെങ്കിലും ക്യാമ്പസിൽ പോയിട്ട് വലിയ ഇത് പറയുന്ന വിഷയത്തെക്കുറിച്ച് ധാരണയില്ലാത്ത ആളുകളൊന്നുമല്ല. ഈ വിഷയത്തിൽ വർഷങ്ങളോളം എക്സ്പീരിയൻസ് ഉള്ള ഡീപ്പായിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ച റിസർച്ചേഴ്സും ന്യൂറോ സയന്റിസ്റ്റും മെഡിക്കൽ ഡോക്ടേഴ്സും സയന്റിസ്റ്റുകളും ഒക്കെയാണ് പറയുന്നതിന്റെ അപകടത്തെക്കുറിച്ച് പറഞ്ഞ് വെസ്റ്റേൺ വേൾഡ് ഏറെക്കുറെ അവെയർ ആണ് ഈ വിഷയത്തെക്കുറിച്ച്. അതാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ ഇത് നോർമലാണ്, ഇതിന് പ്രശ്നമൊന്നുമില്ല, ഇത് ഇൻഫ്ലുവൻസ് ചെയ്യൂല. ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആധികാരികമായ സ്റ്റഡി ഉണ്ട്. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ഒതന്റിക് സ്റ്റഡി കാണാത്ത ആളുകളാണ് മൈക്കും പിടിച്ച് പോയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയും ആൻസർ ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു അപകടത്തെക്കുറിച്ച് നമ്മൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നാളെ വളർന്നു വരുന്ന നമ്മുടെ തലമുറ അവരുടെ ഭാവി അപകടത്തിലാണ്. മാത്രമല്ല ഇതിൽ കുത്തക മുതലാളിമാരുടെ താല്പര്യം കൂടി പരിശോധിക്കണം. അവർക്ക് ഈ വക ചില ഉൽപ്പന്നങ്ങളുടെ മാർക്കറ്റിംഗ് തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് അവരിതൊക്കെ ചെയ്യുന്നതെന്നുള്ളത് നമ്മുടെ സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ജസ്റ്റ് ഏറ്റവും അവസാന സാധനം ആഡ് ചെയ്യാട്ടില്ല. ഇപ്പോൾ ചില ആൾക്കാർക്ക് സംശയം ഉണ്ടാവും ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്ന സംഭവം. അത് മാത്രം ഒന്ന് പറയാന്ന് വെച്ചിട്ടാണ് ലാസ്റ്റ്. നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, പക്ഷെ അത് എപ്പോഴും പറയേണ്ടത് കൂടിയാണ്. അതുകൊണ്ടാണ് DSM-ൽ ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെന്റൽ മാനുവൽ ഓഫ് മെന്റൽ ഡിസോർഡർ എന്ന് പറഞ്ഞിട്ടുള്ള DSM-ന്റെ അകത്ത് ഒരു മെന്റൽ ഇൽനെസ് ആയിട്ട് അത് കൺസിഡർ ചെയ്തിരുന്നു. നമുക്ക് ഓൾറെഡി ഇത് നമ്മൾ മുമ്പ് ഒരുപാട് പറഞ്ഞ കാര്യം. അത് പിന്നീട് എന്തുകൊണ്ട് അത് പുറത്തായി എന്നുള്ളത്, അത് ആ ഒരു മെന്റൽ ഇൽനെസ് എന്ന രീതിയിൽ നിന്ന് പുറത്തോട്ട് പോയി, അത് ലിസ്റ്റിൽ നിന്ന് പുറത്തോട്ട് പോയി എന്നുള്ളത് നിങ്ങൾ എല്ലാവരും ഒന്ന് കേൾക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങളത് സെർച്ച് ചെയ്ത് നോക്കുക. ചാറ്റ് ജിപിടിയോട് വെറുതെ ചോദിച്ചു നോക്കുക, വൈ റിമൂവ് ഫ്രം DS എന്ന് ചോദിച്ചാൽ മതി. കാരണം ചാറ്റ് ജിപിടി പറഞ്ഞു തരും പ്രഷർ ചെയ്തുകൊണ്ടാണെന്ന്, ആക്ടിവിസ്റ്റുകളുടെ പ്രഷർ കാരണമാണെന്നുള്ളത് കൃത്യമായിട്ട് ചാറ്റ് ജിപിടി പോയിന്റ് ഇത് പറഞ്ഞുതരും. അല്ലാതെ ഒരു സയന്റിഫിക് സ്റ്റഡി കാരണമൊന്നുമല്ല. ഒരു കാര്യം ഒരു മെന്റൽ ഡിസോർഡർ ആണെന്ന് ഗവൺമെന്റ് അല്ലെങ്കിൽ മെന്റൽ ഡിസോർഡർ ആണെന്ന് റിസർച്ചേഴ്സും സയന്റിസ്റ്റുകളും ഡോക്ടേഴ്സും ഒക്കെ അംഗീകരിച്ചൊരു കാര്യം അത് ഭ്രാന്തല്ല, അത് മെന്റൽ ഡിസോർഡർ അല്ല എന്ന് പറയണമെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം? പഠനങ്ങൾ കൊണ്ടുവരണം. അപ്പൊ നമ്മുടെ നാട്ടിലൊരു എന്തെങ്കിലും മെന്റൽ ഡിസോർഡർ മനുഷ്യരുണ്ടെങ്കിൽ ആ ഒരു സയന്റിഫിക്കലി നമ്മൾ ചെയ്യേണ്ടതല്ലേ? ഒരു കാര്യത്തിന് മെന്റൽ ഡിസോർഡർ അല്ലാന്നുണ്ടെങ്കിൽ പഠനങ്ങൾ കൊണ്ടുവരണം. പഠനങ്ങൾ കൊണ്ടുവരുന്നതിന് പകരം അത് പ്രഷർ ചെയ്തുകൊണ്ട് 1973 API റിമൂവ് ചെയ്യുകയാണ് പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പൊളിറ്റിക്കൽ ആക്ടിവിസം അതിന്റെ ഭാഗമായിട്ട് മാത്രം സംഭവിച്ച കാര്യമാണത്. അല്ലാതെ ഈ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് സയന്റിഫിക്കലി ലോകം അംഗീകരിച്ചത് കൊണ്ടല്ല, അംഗീകരിപ്പിച്ചതാണ്, പൊളിറ്റിക്കലി അംഗീകരിപ്പിച്ചതാണ്. അതുകൂടി മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ചാറ്റ് ജിപിടി വെറുതെ ചോദിച്ചു നോക്കുക. ചാറ്റ് ജിപിടി കൃത്യം പോയിന്റ് ആയിട്ട് സാധനം പറഞ്ഞുതരും, ഏത് വർഷം എപ്പോ എന്നുള്ളത്. മാത്രമല്ല ജുനൈദ് ഇത് പറഞ്ഞപ്പോഴേ ഇന്ത്യയിൽ ഈ ഒരു ആക്ടിവിസം വന്ന വഴിയൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതും പിന്നെ വളരെ മനോഹരമായിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു IPH പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകം, ജെൻഡർ ന്യൂട്രാലിറ്റി, ജെൻഡർ വ്യവഹാരങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ട് MM അക്ബർ എഴുതിയ ഒരു പുസ്തകം, എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. അതിൽ വളരെ കൃത്യമായിട്ട് ഇന്ത്യയിൽ പോലും ഇതെങ്ങനെയാണ് ഈ ആക്ടിവിസം വന്നത് എന്ന് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. അത് ഇതേപോലെ തന്നെ ഒരു ശാസ്ത്രീയമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ആക്ടിവിസത്തിന്റെ പേരിലും പൊളിറ്റിക്കൽ പ്രഷറിന്റെ പേരിലാണ് അടുത്തത്. ഒരു ലേഡി, അദ്ദേഹം US പഠിച്ചു വന്ന ഒരു ലേഡി ഒരു എയ്ഡ്സ് ബാധിതരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു NGO ഫോം ചെയ്യുകയും ആ NGOയുടെ മറവിലാണ് ഇവർ ഇത്തരം പല കാര്യങ്ങളും, അതേപോലെ പല ബില്ല് പാസ്സാക്കുകയും സുപ്രീം കോടതിയിൽ വരെ ഹോമോസെക്ഷാലിറ്റി തെറ്റല്ല എന്നുള്ളൊരു വിധി നേടിയെടുക്കാനുള്ള അവരുടെ ഇടപെടലുകളും അവർക്ക് വന്ന ഫണ്ടിങ്ങും ഒക്കെ പരിശോധിച്ചാൽ ഇത് ആ നിലക്കുള്ള ഒരു ബോധപരമായ ശ്രമം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ നമ്മുടെ രക്ഷിതാക്കളും നമ്മുടെ സമൂഹവും നാട്ടിലെ പൗരന്മാരൊക്കെ ഇതിനെക്കുറിച്ച് വളരെ ജാഗ്രത പാലിക്കണം എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ യൂറോപ്പിന് എന്താണോ സംഭവിച്ചത് അവർ തിരിച്ചു നടക്കാൻ തുടങ്ങി. അപ്പം ആ ഒരു ദുരവസ്ഥ നമുക്കുണ്ടാവും എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഒറ്റ കാര്യം ജസ്റ്റ് ആഡ് ചെയ്യാട്ടോ, പറഞ്ഞോണ്ട് മാത്രം പറയുന്നത് വെച്ചാൽ പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. വലിയ പോൺ ഇൻഡസ്ട്രി പോലെയുള്ള കോർപ്പറേറ്റ് ബിസിനസ്സുകളുണ്ടല്ലോ, പോൺ ഇൻഡസ്ട്രി, അതേപോലെ തന്നെ ഈ സെക്സ് ടോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഈ പോൺ ഇൻഡസ്ട്രിയിലൊക്കെ അവർക്ക് വ്യത്യസ്ത വെറൈറ്റീസ് വേണം. ഈ ആണും പെണ്ണും തമ്മിലുള്ള സാധനം വല്ലാണ്ട് ഓടൂല. അപ്പൊ അതിന്റെ വെറൈറ്റീസ് വേണം. അതിനൊക്കെ തന്നെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾ ഇതൊക്കെ അതുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയാണ് ഈ ഇത്തരത്തിലുള്ള LGBTQ ആശയങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യത്യസ്ത രീതിയിലുള്ള ബന്ധങ്ങളൊക്കെ ഇവരെ സ്വാധീനിക്കുന്നു, ഇവർക്ക് എങ്ങനെ അത് ഉപയോഗപ്പെടുന്നുണ്ട് എന്നുള്ളതും, അതരത്തിലുള്ള സെക്സ് ടോയ്സും ബന്ധപ്പെട്ടുള്ള വിപണനവും കാര്യങ്ങളും എല്ലാം
ഞാൻ പറയുന്നത് എല്ലാം നിങ്ങൾ ഈ ഒരു സോഷ്യൽ മീഡിയ യുഗത്തിന് പുറത്തിറങ്ങിയിട്ട് പഠനങ്ങളെല്ലാം ശ്രദ്ധിക്കാൻ നോക്കുക, അത്ര പറയാനുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.